ഗുഡ് മോർണിംഗ്. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പഠിച്ചു വരുന്നത്. അതായത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി സവിശേഷതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, രണ്ടാമത്തേത് അഗ്രികൾച്ചറൽ സെക്ടർ. ഇന്ന് സാർ പഠിപ്പിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഫീച്ചർ പോയിന്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല. ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ സെക്ടർ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വ്യവസായങ്ങൾ വേണ്ട തരത്തിൽ വളർന്നിരുന്നില്ല. ബ്രിട്ടീഷ് പീരീഡ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് വെർ നോട്ട് ഡെവലപ്ഡ്. അവർ ഫേമസ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് were ruined or destroyed during that period. ലോകപ്രസിദ്ധി ആർജിച്ച കരകൗശല വ്യവസായം ഇവിടെ നശിച്ചു. ruined or destroyed. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമുക്കുണ്ടായ ഏറ്റവും വലിയ പരാജയം ഇത് തന്നെയാണ്. നാം എന്തായി മാറി? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, only a supplier of raw materials, and we became the market for finished goods. ബ്രിട്ടൻ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വിറ്റഴിക്കുന്ന വിപണിയായും ആ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിനാവശ്യമായ റാ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറായും നാം അധപ്പതിച്ചു. ഇത് നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റാണ്, പഠിച്ച കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അന്ന് നിലനിന്നിരുന്ന, നോക്കുക ആ വാക്ക്, മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണം. ഒരു പുതിയ വാക്ക് കൂട്ടി പഠിക്കുന്നു, മെക്കനൈസേഷൻ. മെക്കനൈസേഷൻ ലെഡ് ടു മാസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അവർ നേഷൻ. യന്ത്രവൽക്കരണം ഈ രാജ്യത്ത് എന്തുണ്ടാക്കി? രൂക്ഷമായ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചു. എന്നാൽ ഇവയ്ക്കൊരു മാറ്റമുണ്ടായത് 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോടുകൂടി ഇന്ത്യയിൽ വ്യവസായങ്ങൾ ആരംഭിച്ചു. ഇൻഡസ്ട്രീസ് വെർ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് 19th century എന്നാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി, 2ാം പകുതിയോടുകൂടി ഇവിടെ വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഉദാഹരണമായി പറയാം, കോട്ടൺ ഇൻഡസ്ട്രീസ് ഇൻ മഹാരാഷ്ട്ര, ഗുജറാത്ത്. ജൂട്ട് ഇൻഡസ്ട്രീസ് ഇൻ ബംഗാൾ വെയർ എസ്റ്റാബ്ലിഷ്ഡ്. ഈ രാജ്യത്ത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും പരുത്തി വ്യവസായവും ബംഗാളിൽ ജൂട്ട് വ്യവസായവും ആരംഭിച്ചു. എന്നാൽ വ്യാവസായവൽക്കരണത്തിൻ്റെ നാഴികക്കല്ലെന്ന് പറയുന്ന ഒക്കെ വാക്കുരുഷ പരിചയം ഉണ്ടാവില്ല. അതിന് തുടക്കം കുറിച്ചത്, വ്യാവസായവൽക്കരണത്തിന് ഈ രാജ്യത്ത് തുടക്കം കുറിച്ചത് 1907 ജംഷഡ്ജി ടാറ്റ ആരംഭിച്ച ടിസ്കോ ആയിരുന്നു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. നോക്കുക, ടിസ്കോ. ഇത് ഒരു മാർക്കിൻ്റെ സ്കോറാണ്. നമ്മുടെ രാജ്യത്ത് വ്യാവസായവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് ടാറ്റ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. മുഴുവൻ പേര്
ജംഷഡ്ജി ടാറ്റ 1907 അയാൾ എസ്റ്റാബ്ലിഷ് സ്ഥാപിച്ച ഏറ്റവും വലിയ കമ്പനി ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് അടിത്തറ പാകിയത് ടാറ്റയായിരുന്നു. കൂടാതെ അന്ന് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസായങ്ങളെന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സ്, റബ്ബർ, സിമൻറ്റ്, പെപ്പർ, ഷുഗർ. നോക്കുക, വളം നിർമ്മിക്കുന്ന വ്യവസായങ്ങൾ, റബ്ബർ വ്യവസായം അറിയാം, സിമൻറ്റ് വ്യവസായം കേട്ടിട്ടുണ്ടറിയാം, പെപ്പർ കുരുമുളക് വ്യവസായം, ഷുഗർ തുടങ്ങിയ വ്യവസായങ്ങളെല്ലാം അക്കാലത്ത് ഇവിടെ വളർച്ച പ്രാപിച്ച വ്യവസായങ്ങളുടെ പട്ടികയിൽപ്പെടുന്നവയാണ്. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു പോയിന്റ് പറഞ്ഞു. 1907 ജംഷഡ്ജി ടാറ്റ തുടക്കം കുറിച്ച് സ്ഥാപിച്ച ടിസ്കോ ആയിരുന്നു നമ്മുടെ വ്യവസായവൽക്കരണത്തിൻ്റെ തുടക്കക്കാരൻ, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സ്കോറാണ്. ആരംഭിച്ച വ്യവസായങ്ങളെല്ലാം ഇന്ത്യക്കുണ്ടായ നഷ്ടം പരിഹരിക്കുന്ന തരത്തിലൊന്നും ആയിരുന്നില്ല. എ ഗ്രേറ്റ് ലോസ് മെയ്ഡ് ടു ഇന്ത്യ. ഒരു വലിയ നഷ്ടം ഈ രാജ്യത്തിനുണ്ടാക്കി ബ്രിട്ടീഷുകാരൻ. അതിന് പകരം വയ്ക്കാവുന്നതല്ല ആ കാലഘട്ടത്തിൽ ആരംഭിച്ച വ്യവസായങ്ങൾ. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയുടെ സംഭാവന GDP-യിൽ 30%. മാത്രവുമല്ല, ഇവരുടെ കാലയളവിൽ ആരംഭിച്ച വ്യവസായങ്ങൾ ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിലായിരുന്നു. ഒരു പുതിയ വാക്ക് പഠിക്കുന്നു, പ്രൈവറ്റ് സെക്ടർ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും സാർ ഇവിടെ സൂചിപ്പിക്കുന്നു പ്രൈവറ്റ് സെക്ടർ. ആരംഭിച്ച വ്യവസായങ്ങളിൽ ടാറ്റ തന്നെ നമുക്കറിയാം. അപ്പോൾ സ്വകാര്യ മേഖലയിലായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ആരംഭിച്ച വ്യവസായങ്ങളെല്ലാം. എന്താണ് പ്രൈവറ്റ് സെക്ടർ? സ്വകാര്യ മേഖല അറിയാവുന്നതാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും മാനേജ്മെൻറ്റിലും ഉള്ള വ്യവസായങ്ങളാണ് പ്രൈവറ്റ് സെക്ടർ. എന്നാൽ പബ്ലിക് സെക്ടറിൽ കേൾക്കുക, പൊതുമേഖലയിൽ പബ്ലിക് പ്ലേസ് അറിയാം, പൊതുസ്ഥലം, പൊതുമേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും മാനേജ്മെൻറ്റിലും ഉള്ള വ്യവസായങ്ങളാണ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങളും നാമമാത്രമായി പൊതുമേഖലയിലെ വ്യവസായങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതെല്ലാമായിരുന്നു അക്കാലത്തെ പൊതുമേഖലാ വ്യവസായങ്ങളെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു സ്കോറാണ്. റെയിൽവേസ്, പവർ ജനറേഷൻ, പോർട്സ്, കമ്മ്യൂണിക്കേഷൻ. അറിയാം, റെയിൽവേ അറിയാം. പവർ ജനറേഷൻ വൈദ്യുതി ഉൽപാദനം, തുറമുഖം പോർട്ട്, കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം. ഈ വ്യവസായങ്ങൾ മാത്രമായിരുന്നു പൊതുമേഖലയിൽ നിലനിന്നിരുന്നത്. ബാക്കിയെല്ലാം സ്വകാര്യ മേഖലയിലാണ്. ഇന്ന് ഈ രാജ്യത്തും ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ ഏത് മേഖലയിലെന്ന് ചോദിച്ചാൽ സ്വകാര്യ മേഖലയിലാണ്. പൊതുമേഖലാ വ്യവസായങ്ങളെല്ലാം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മൾ അടുത്ത പോയിൻ്റ്, ഇന്ത്യൻ ഇക്കോണമിയുടെ അടുത്ത ഫീച്ചർ ശ്രദ്ധിക്കുക, ഫോറിൻ ട്രേഡ്. സ്പെല്ലിംഗ് നോക്കുക, ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. ഇപ്പം നോക്കുക, പോയിൻറ്റ്സ് ഞാൻ ഓർഡറിൽ കൊണ്ടുവരുന്നു. ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, നാലാമത്തെ ഫോറിൻ ട്രേഡ്. വിദേശ വ്യാപാരം
നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. കാരണം ബ്രിട്ടീഷുകാരൻ പിന്തുടർന്ന വ്യാപാര നയം നമ്മളെ ഫോറിൻ ട്രേഡിൻ്റെ ഘടനയെയും അളവിനെയും ബാധിച്ചു. ദ ട്രേഡ് പോളിസി ഓഫ് ബ്രിട്ടൻ ചേഞ്ച്ഡ് ദ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ. രണ്ട് വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ, ഘടനയും അളവും അവയിൽ മാറ്റമുണ്ടാക്കി, വലിയ മാറ്റമുണ്ടാക്കി. പ്രതികൂലമായി ബാധിച്ചു നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ. നമ്മുടെ ഈ സമ്പത്ത് വ്യവസ്ഥയിൽ ഘടനയിൽ തന്നെ സാരമായ മാറ്റമുണ്ടാക്കിയാണ് ബ്രിട്ടീഷുകാരൻ്റെ വ്യാപാര നയം. ദ ട്രേഡ് പോളിസി ഓഫ് ബ്രിട്ടൻ ചേഞ്ച്ഡ് ദ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് അവർ ഫോറിൻ ട്രേഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വെറും ഒരു എക്സ്പോർട്ടറായിരുന്നു. ഏതിൻ്റെ എക്സ്പോർട്ടർ എന്ന് ചോദിച്ചാൽ റാ മെറ്റീരിയൽസിൻ്റെ എക്സ്പോർട്ടർ. അതായത് റാ കോട്ടൺ, റാ സിൽക്ക്, റാ ജൂട്ട്. റാ മെറ്റീരിയൽ വാക്ക് പരിചയപ്പെടുത്തിയതാ അസംസ്കൃത പദാർത്ഥങ്ങൾ. അപ്പം റാ കോട്ടൺ, അതുമല്ല റാ ജൂട്ട്, റാ സിൽക്ക്, ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രൈമറി പ്രോഡക്ട്സ് ആയിരുന്നു. സോ വി വെയർ ദ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ്. ഞങ്ങൾ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ, പ്രൈമറി ഗുഡ്സിൻ്റെ കയറ്റുമതിക്കാരായിരുന്നു. എന്താ, നമ്മുടെ ഈ വസ്തുക്കൾ റാ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ നാട്ടിൽ അത് ഉൽപ്പന്നമാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്ന ആദ്യ ഉൽപ്പന്നം, അത് നമ്മൾ പറയുന്നത് പ്രൈമറി പ്രോഡക്ട്സ്. നൂലുണ്ടെങ്കിലേ തുണി ഉണ്ടാവുള്ളൂ. അതാണ് റാ കോട്ടൺ, റാ ജൂട്ട്. ഇതൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ കയറ്റുമതി ഇനങ്ങൾ. ഒപ്പം ഈ ബിക്കെയിം ദ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മൾ എന്തായി മാറി? ഇമ്പോർട്ടർ. ഞാൻ രണ്ട് വാക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ. വി ബിക്കെയിം ദ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ടെക്സ്റ്റൈൽ ഐറ്റംസ്, കോട്ടൺ, സിൽക്ക് തുടങ്ങിയ ടെക്സ്റ്റൈൽ ഐറ്റംസ്, ടെക്സ്റ്റൈൽ സാധനങ്ങൾ, ഇവയെല്ലാം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായി നാം മാറി. അപ്പോൾ അസംസ്കൃത പദാർത്ഥങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതിക്കാരനും അത് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടറായിട്ടും ഇന്ത്യ മാറി. അങ്ങനെ നമ്മുടെ ഫോറിൻ ട്രേഡിൻ്റെ മൊണോപ്പൊളി, ഒരു പുതിയ വാക്ക് കൂട്ടി പഠിക്കുന്നു, മൊണോപ്പൊളി. എന്താ മൊണോപ്പൊളി? MONOPO, കുത്തക കേട്ടുണ്ട്. അവൻ്റെ കുത്തകയായി മാറി നമ്മളെ വിദേശ വ്യാപാരം. അപ്പം നമ്മളെ രാജ്യത്തെ വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ആർക്കായിരുന്നു? ബ്രിട്ടനായിരുന്നു. ഈ വിദേശ വ്യാപാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എക്സ്പോർട്ട് സർപ്ലസ് ആയിരുന്നു. എന്താ എക്സ്പോർട്ട് സർപ്ലസ്? കയറ്റുമതി കൂടിയും, ബോർഡിൽ എഴുതിയ എക്സ്പോർട്ട് സർപ്ലസ്, കയറ്റുമതി മെച്ചം. കയറ്റുമതി കൂടിയും ഇറക്കുമതി കുറയുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? എക്സ്പോർട്ട് സർപ്ലസ്, മെച്ചം. എന്തുകൊണ്ട് നിങ്ങൾക്കറിയാം? ഈ മെച്ചം എന്തിന് വിനിയോഗിച്ചു? ആ രാജ്യത്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. എന്തായിരുന്നു അന്നത്തെ ആവശ്യം എന്ന് ചോദിച്ചാൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ലോകത്ത് ഏറെ കോളനികളുള്ള ഒരു രാജ്യം ആയിരുന്നു ബ്രിട്ടൻ. ആ കോളനികളിലെ ഭരണത്തിന് വേണ്ടി ഓഫീസ് ബ്രിട്ടനിലുണ്ട്. ആ ഓഫീസ് ചെലവുകൾക്കാണ് ഈ സർപ്ലസ്, ഈ മെച്ചം ഉപയോഗിച്ചത്. അല്ലാതെ ഇന്ത്യയിലേക്ക് ഗോൾഡും സിൽവറും ഒഴിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ കയറ്റുമതി ചെയ്ത്
ഇറക്കുമതി ചെയ്തു. അപ്പോൾ അതിലുള്ള മിച്ചം എക്സ്പോർട്ട് സർപ്ലസ്. നമ്മുടെ രാജ്യത്ത് കിട്ടേണ്ട സ്വർണവും വെള്ളിയുമായിരുന്നു. ആ സർപ്ലസ് ദ യൂസ്ഡ് ഫോർ ദ എക്സ്പെൻസസ് ഓഫ് ദെയർ ഓഫീസസ്. അവരെ ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവ് ഇനത്തിലൊരു മാറ്റി നമുക്ക് തന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. എന്താ? നമ്മളുണ്ടാക്കുന്ന പണം അവൻ്റെ നാട്ടിൽ കൊണ്ടുപോയി അവൻ ചെലവഴിക്കുന്ന സാഹചര്യം. ഞാൻ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഒരു സ്കോറാണ് ബാലൻസ് ഓഫ് ട്രേഡ്. അതായത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്കും BOT എന്ന് കാണും. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് BOT. ഫുൾ ഫോം ബാലൻസ് ഓഫ് ട്രേഡ്, വ്യാപാര മെച്ചം, ബാലൻസ് ഓഫ് ട്രേഡ്. എന്താ? ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോണിറ്ററി വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. എന്തിൻ്റെ വ്യത്യാസമുണ്ട്? കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിലെ മെച്ചത്തെ പറയുന്നതാണ് ബാലൻസ് ഓഫ് ട്രേഡ്. തൽക്കാലം ഇത്ര മാത്രമേ ഈ BOT കേട്ടാൽ കൂട്ടി പഠിക്കാവൂ. അങ്ങോട്ട് ഉയർന്ന അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ പ്ലസ് 2-ലൊക്കെ ഏറെ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് സാർ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ശ്രദ്ധിക്കുക, BOT എന്ന് കണ്ടാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് നിങ്ങൾ ഓർക്കുക. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിലെ മെച്ചമാണ്. അതെങ്ങനെ ഉണ്ടാവും? കയറ്റുമതി ഇറക്കുമതിയിലുണ്ടാകുന്ന വ്യത്യാസം. ദ മോണിറ്ററി വാല്യൂ, നമ്മൾ ഏതൊരു സാധനത്തിനും മൂല്യമുണ്ടെന്ന് പഠിക്കുന്നു. ആ മോണിറ്ററി വാല്യൂ, പണമൂല്യം, കയറ്റുമതിയുടെ പണമൂല്യവും ഇറക്കുമതിയുടെ പണമൂല്യം തമ്മിലുള്ള വ്യത്യാസമാണ് ബാലൻസ് ഓഫ് ട്രേഡ്, അഥവാ നമുക്ക് ചുരുക്കി പറഞ്ഞ BOT. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി.